ഞങ്ങളുടെ പിതാവായ ഞങ്ങളുടെ ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥനകൾ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവിന്റെ ഉച്ചനീയ കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, രക്ഷകനാകുന്ന ദൈവമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 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 ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായ ശംശയുടെ യോഗ്യതകളെ കുറിച്ച് സാധിച്ചു തരണമേ. പരിശുദ്ധരാങ്ങി ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് എന്നെങ്കിലാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിനിമായ സർവശര ഭാഗ്യത്തിൻ്റെ ആത്മാവശ്യവും പരിശുദ്ധാത്മാവിനെത്താൽ അന്യ ദൈവത്തിന് യോഗ്യമായ പീഠമായി സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചല്ലോ. ഈ ദൈവമാതാവിനെ നിശ്ചയിച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവരുടെ ശക്തിയുള്ള കാഴ്ചയാണ് ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ ശ്രമിക്കണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവായ ശംശയുടെ യോഗ്യതകളെ കുറിച്ച് സാധിച്ചു തരണമേ.
Amen.
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോടുകൂടെ കർത്താവേ എനിക്ക് കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ. കണ്ണീരോടും വിലാപത്തോടും പാപം ഞാനേറ്റു ചൊല്ലിടാം. സർവശക്തനായ ദൈവം കനികെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള
ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിന്റെയും നാഥനായ നീ പ്രിയപുത്രനെ സമസ്തവും ക്രമവൽക്കരിക്കുവാനങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തര ശുശ്രൂഷ ചെയ്യുവാനും അനന്തരം അങ്ങേ വാഴ്ത്തുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനായവന്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവന്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവന്റെ രാജ്യത്വം അനശ്വരമാണ്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം.
കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് പീലാത്തോസ് ഈശോയോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നു എങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കുവാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും. സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ഇടവകയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലീജിയൻ ഓഫ് മേരി സൈന്യാംഗങ്ങളെ, പ്രിയമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയിൽ നമ്മൾ വന്നു നിൽക്കുകയാണ്. അടുത്ത ഞായറാഴ്ച ആഗമനകാലം, ചെറിയ നൊയമ്പിലേക്ക്, കാത്തിരിപ്പിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആണ്ടുവട്ടത്തിലെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത ക്രിസ്തുരാജന്റെ തിരുനാൾ ദിവസമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പീലാത്തോസ് ഈശോയോട് നീ രാജാവാണോ എന്ന പശ്ചാത്തലമുള്ള സുവിശേഷഭാഗം ഉദ്ധരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു രാജാവ് ശത്രുപാളയത്തിലേക്ക് പടയോട്ടം നടത്തുകയാണ്. തീർച്ചയായും ഈ ശത്രു രാജ്യത്തെ കീഴടക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇദ്ദേഹം പടയോട്ടം നടത്തുന്നത്. ഇങ്ങനെ രാജാവ് ശത്രുപാളയത്തിലേക്ക് പടയോട്ടം നടത്തുമ്പോൾ ഏറ്റവും മുന്നിൽ ഒരിക്കലും രാജാവ് സഞ്ചരിക്കില്ല. ഏറ്റവും പിന്നിലായിരിക്കും രാജാവ് സഞ്ചരിക്കുന്നത്. ഏറ്റവും മുന്നിലായി ഈ രാജാവിനെ സംരക്ഷിച്ചുകൊണ്ട് കാലാൾപ്പടയും അതുപോലെ ആയുധങ്ങൾ ഏന്തിയ ഭടന്മാരുമൊക്കെ ഗണങ്ങളായി മുന്നിലുണ്ടായിരിക്കും. ഇവരെയെല്ലാം നയിച്ചുകൊണ്ട് ഒരു സൈന്യാധിപനും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ രാജാവിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലാൾപ്പടയെയും അതുപോലെ ആയുധമേന്തിയ ഭടന്മാരെയുമെല്ലാം പരാജയപ്പെടുത്തിയാൽ മാത്രമേ രാജാവിനെ കീഴടക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 10,000-കണക്കിന് വരുന്ന കാലാൾപ്പട, അതിലേറെ എണ്ണം വരുന്ന ആയുധമേന്തിയ ഭടന്മാർ, ഇങ്ങനെ ഒരു വലിയ സൈന്യം ശത്രുപാളയത്തിലേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഒരു പ്രയാണം നിശ്ചലമായി. അങ്ങനെ ഏറ്റവും മുന്നിൽ നിന്ന് സൈന്യാധിപന്റെ സന്ദേശം ഏറ്റവും പിന്നിലെ രാജാവിന്റെ ചെവികളിലെത്തി. മുൻപിൽ കിഴക്കാത്തൂരായ വലിയ ഒരു കിടങ്ങ്, വലിയൊരു താഴ്വാരമാണ് മുൻവശത്ത്. മുൻപോട്ട് പോകണമെങ്കിൽ ഈ താഴ്വാരം ഉടനെ തന്നെ
നികത്തപ്പെടണം. എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യം ഈ സൈന്യാധിപൻ രാജാവിന് നൽകുകയാണ്. രാജാവ് ഉടനെ തന്നെ സന്ദേശം നൽകി, സൈന്യം മുന്നോട്ട് തന്നെ നീങ്ങട്ടെ എന്ന്. അങ്ങനെ കുതിച്ചുപാലം കൊണ്ട് ഈ കാലാൾപ്പട ഈ കിടങ്ങിലേക്ക് വീഴുകയും ഈ കാലാൾപ്പടയിലെ കുതിരകളും ഭടന്മാരുമെല്ലാം അവിടെ മൃതിയടഞ്ഞ് വീഴുമ്പോൾ വലിയൊരു ശവക്കൂനയുടെ പാലം അവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഇതിനു മുകളിലൂടെ ബാക്കിയുള്ള സൈന്യവും രാജാവും ശത്രുപാളയത്തിലേക്ക് കടന്നു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ചരിത്രത്തിലേക്ക് ചെന്നാൽ രാജാക്കന്മാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ രാജാക്കന്മാരൊക്കെ ചെയ്യുന്നത് സ്വയം സംരക്ഷിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ ബലി കഴിക്കുന്നുണ്ട്. സ്വയം ജീവൻ നിലനിർത്താൻ, സ്വയം ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുവാൻ മറ്റുള്ളവരെ ബലിയാടുകൾ ആക്കി മാറ്റുന്ന രാജാക്കന്മാരെയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഈശോ എന്ന രാജാവിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത, ഈശോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രാജാവാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി സ്വയം ബലിയായി തീർന്ന രാജാവാണ് ഈശോ എന്ന ക്രിസ്തു രാജൻ. പ്രിയമുള്ളവരെ, ഈശോ രാജാവായി തീരുന്നത് ഒരിക്കലും മറ്റുള്ളവരെ ബലി കഴിച്ചിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം ബലിയായി മാറിക്കൊണ്ടാണ് ഈശോ രാജാവായി തീരുന്നത്. ഇനി ഈശോയുടെ ജീവിതം എടുത്തു പരിശോധിക്കാം. ഒരിക്കലും ചെങ്കോലും ദണ്ഡും കിരീടവും ഈശോയുടെ കരങ്ങളിലോ ശിരസിലോ നമ്മൾ കാണുന്നില്ല. രാജാക്കന്മാരുടെ പ്രത്യേകതയാണ് ചെങ്കോലും ദണ്ഡും കിരീടവും ഒക്കെ അണിഞ്ഞുകൊണ്ടുള്ള ആ ഒരു യശസ്സുള്ള പ്രത്യക്ഷപ്പെടൽ. പക്ഷെ രാജാവായ ഈശോയ്ക്ക് ഒരിക്കലും ചെങ്കോലും ദണ്ഡും കിരീടവും ഒന്നും കാണുന്നില്ല. ഒരങ്കുലി മണ്ണ് പോലും സ്വന്തമായിട്ട് ഈശോയ്ക്കില്ല. അതുകൊണ്ടാണ് അവസാനം മറവ് ചെയ്യുമ്പോൾ അന്യന്റെ തോട്ടത്തിലെ ഗുഹയിലാണ് ഈശോയെ മറവ് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ഒരു ലിങ്സ് മണ്ണ് പോലും ഇല്ലാത്ത ഒരു രാജാവാണ് ക്രിസ്തു രാജൻ. ഈ രാജാവ് ഒരു ശത്രുപാളയത്തിലേക്കും പടയാക്രമണം നടത്തിയതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തുന്നില്ല. പക്ഷെങ്കിലും ഈശോയെ രാജാവ് എന്ന് വിളിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. അങ്ങനെയെങ്കിൽ ഈശോ രാജാവായി തീരുന്നത് ഹൃദയങ്ങളെ ഭരിക്കുന്ന രാജാവായിട്ട് ഈശോ മാറുകയാണ്. ഈശോ വാഴുന്നത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിലാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യയിലെ മഹാന്മാരായ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയുവാൻ സാധിക്കുകയില്ല. പക്ഷേങ്കിലും ഈശോ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയുവാൻ സാധിക്കും. കാരണം തലമുറകളായി പാരമ്പര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ വാണരുളുന്ന, ഹൃദയങ്ങളെ ഭരിക്കുന്ന രാജാവായിട്ട് ഈശോ മാറുകയാണ്. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ പ്രാർത്ഥനയിൽ നല്ല ഓർമ്മയായിട്ട് ജീവിക്കുക. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നമുക്ക് ഇടം കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, മറ്റുള്ളവരുടെ പ്രാർത്ഥനകളിൽ നല്ല ഓർമ്മയായിട്ട് എനിക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നു എന്ന് എങ്കിൽ ഞാനും ക്രിസ്തുരാജനെ കണക്കെ മഹത്വമുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുന്നു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ എന്ന രാജാവിനെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു വയ്ക്കുന്ന രാജാക്കന്മാരെയും നമ്മൾ കാണുന്നുണ്ട്. ഹെറോദസ് എന്ന രാജാവിനെ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യമായി ജന്മദിനം ആഘോഷിച്ചു എന്ന് പറയുന്നത് ഹെറോദസിനെ കുറിച്ചാണ്. ഹെറോദസിന്റെ ജന്മദിനത്തിൽ മകളായ സലോമി നൃത്തം ചെയ്യുന്നു, വലിയ വിരുന്ന്
ഒരുക്കപ്പെടുന്നു. അങ്ങനെ ഹെറോദേസ് തന്റെ ജന്മദിനത്തിൽ അണിയിച്ചൊരുക്കിയ ആ വിരുന്നിൽ പങ്കെടുക്കുന്നത് സമൂഹത്തിലെ പ്രമാണികളും ഉന്നത സ്ഥാനം വഹിക്കുന്നവരും മറ്റ് രാജാക്കന്മാരുമൊക്കെയാണ് എന്ന് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഹെറോദേസ് ഒരു രാജാവാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള അതിഥികളെയാണ് അദ്ദേഹം അന്ന് തന്റെ ജന്മദിനത്തിൽ അതിഥികളായി ക്ഷണിക്കുന്നത്. എന്നാൽ ഈശോ എന്ന രാജാവ് മറ്റൊരിടത്ത് വിരുന്ന് നടത്തുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ കാണുന്നുണ്ട് പച്ച പുൽപ്പറങ്ങളിൽ ഈശോ ജനങ്ങളെ ഇരുത്തിയിട്ട് അവർക്കായി ഈശോ വിരുന്നൊരുക്കുന്നുണ്ട്. 5 അപ്പവും 2 മത്സ്യവും ഈശോ തന്റെ കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇവർക്കായി ഈശോ മുറിച്ചു നൽകുന്ന വിരുന്നൊരുക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോ ഈ വിരുന്നൊരുക്കുന്നത് ജനപ്രമാണികൾക്കായിട്ടല്ല, സമൂഹത്തിലെ ഉന്നതർക്കായിട്ടല്ല ഈശോ ഈ വിരുന്നൊരുക്കുന്നത്. പിന്നെ എപ്രകാരമുള്ളവർക്ക് എന്ന് വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 3ാമത് ഒരു ചെറു മത്സ്യം ഈശോയുടെ കാൽപാദങ്ങളിലേക്ക് വെച്ചു നീട്ടുവാൻ കെൽപ്പില്ലാത്ത നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഈശോ വിരുന്നൊരുക്കുന്നത്. അതായത് ഈശോ ഒരു വലിയ കൃപ ചെയ്യുമ്പോൾ തിരിച്ച് ഒരു ചെറിയ പ്രതിനന്ദി പോലും ഈശോയ്ക്ക് ചെയ്യുവാൻ കെൽപ്പില്ലാത്ത ദരിദ്രരായ, രോഗികളായ, പാവപ്പെട്ടവർക്കാണ് ഈശോ വിരുന്നൊരുക്കുന്നത്. പ്രിയമുള്ളവരെ, ഹെറോദേസ് രാജാവ് തനിക്ക് പ്രതിനന്ദി ചെയ്യുവാൻ കെൽപ്പുള്ളവർക്കായി വിരുന്നൊരുക്കുമ്പോൾ ഈശോ വിരുന്നൊരുക്കുന്നത് 3ാമത് ഒരു ചെറു മത്സ്യം, 6ാമത് ഒരു ചെറിയ അപ്പം ഈശോയുടെ കാൽക്കലേക്ക് എടുത്തു വെക്കുവാൻ കെൽപ്പില്ലാത്തവർക്കായി ഈശോ വിരുന്നൊരുക്കുന്നു. പ്രിയമുള്ളവരെ, ഈശോ ഹൃദയങ്ങളെ ഭരിക്കുന്ന രാജാവായി തീരുന്നത് ഒന്നുമില്ലാത്തവരോട് പക്ഷം ചേർന്നുകൊണ്ടാണ്, അടിച്ചമർത്തപ്പെടുന്നവരോട് പക്ഷം ചേർന്നുകൊണ്ടാണ് ഈശോ ഹൃദയങ്ങളെ ഭരിക്കുന്ന രാജാവായി തീരുന്നത്. ഒരിക്കലും ഫരിസയരോടും നിയമജ്ഞരോടും സദുക്കയരോടും പങ്കുചേർന്നുകൊണ്ടല്ല ഈശോ രാജാവായി തീരുന്നത്. രോഗികളോടും വിധവകളോടും കുഞ്ഞുങ്ങളോടും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരോടും പക്ഷം ചേർന്നുകൊണ്ടാണ് ഈശോ രാജാവായി തീരുന്നത്. വീണ്ടും ക്രിസ്തു എന്ന രാജാവിന്റെ പ്രത്യേകത മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്. അതിനു മുമ്പ് മറ്റൊരു രാജാവിനെ നമുക്ക് കാണാം. പീലാത്തോസ് എന്ന ഒരു ചക്രവർത്തിയെ കുറിച്ച് തന്റെ പ്രത്തോറിയത്തിൽ വെച്ച് ഈശോയെ വിചാരണ ചെയ്തിട്ട് മരണത്തിന് ഈശോയെ വിധിച്ചിട്ട് ഈ പീലാത്തോസ് പറയുന്നുണ്ട്, ഒരു താലത്തിൽ വെള്ളം കൊണ്ടുവരിക എന്ന്. ഇങ്ങനെ ഒരു താലത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് തന്റെ 2 കരങ്ങളും ഈ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കഴുകിയിട്ട് ഈ പീലാത്തോസ് പറയുന്നുണ്ട്, ഈ നിൽക്കുന്ന മനുഷ്യന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് സ്വയം കൈ കഴുകി പിന്മാറുന്ന പീലാത്തോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയെ മരണത്തിന് വിധിക്കുവാൻ ജനപ്രമാണികളോട് കൂടെ നിന്നിട്ട് അവസാനം കൈ കഴുകി സ്വന്തം നിലനിൽപ്പ് ഉറപ്പിക്കുന്ന പീലാത്തോസിനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുമ്പോൾ ഈശോ എന്ന രാജാവിനെ മറ്റൊരിടത്ത് നമ്മൾ കാണുന്നത് താലത്തിൽ വെള്ളമെടുത്ത് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരുടെ പാപങ്ങളെല്ലാം സ്വയം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശിന്റെ പെരുമാറിൽ കൈകൾ വിരിച്ചുകൊണ്ട് മരണം പോകുന്ന ഈശോ എന്ന ക്രിസ്തുരാജ്. പ്രിയമുള്ളവരെ, ഈശോ ഒരിക്കലും പീലാത്തോസിനെ പോലെ കൈകഴിഞ്ഞു മാറുന്നില്ല. പകരമായി മറ്റുള്ളവരുടെ പാപങ്ങളുടെ വലിയ ചുമതല സ്വന്തം തോളുകളിലേക്ക് സ്വായത്തമാക്കിക്കൊണ്ട് അതിന്റെ ഉത്തരവാദിത്തമായി കുരിശിൽ മരിക്കുന്ന ഈശോയെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈശോ ക്രിസ്തുരാജനായി മാറുന്നത് സ്വയം
മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ടാണ്. ഈശോ ക്രിസ്തുരാജനായി മാറുന്നത് കെൽപ്പില്ലാത്ത മനുഷ്യർക്കായി വിരുന്നൊരുക്കിക്കൊണ്ട് ഹൃദയങ്ങളിൽ വാണരുളുന്ന രാജാവായി ക്രിസ്തുനാഥൻ മാറുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുരാജന്റെ തിരുനാൾ ഇന്നേ ദിനം സന്തോഷമായി കൊണ്ടാടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ക്രിസ്തുനാഥ, അങ്ങേപോലെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ നല്ല ഓർമ്മയായി, നല്ല പ്രാർത്ഥനയായി ഇടം കണ്ടെത്തി ജീവിക്കുന്നവരായി ഞങ്ങളെയും മാറ്റണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പിതാവിന്റെ സത്യസേവനമായ അവർ സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവരുടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കന്യകാമറിയത്തിൽ ശരീരത്തെ സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവ് ഗർഭപാത്രത്തിൽ ചെയ്യിച്ചു ജീവിക്കുന്നവരെ ജീവിക്കുവാൻ അവർ നമുക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ കാര്യത്തിൽ അവസാനം ഉണ്ടാവില്ല. കർത്താവ് ചെയ്ത പിതാവിന്റെ പുറപ്പെടുന്നവനും പിതാവിന്റെ പുറപ്പെടുന്നതൊപ്പം ആരാധന ശ്രദ്ധിക്കപ്പെടുന്നു. പ്രവാചകന്മാർ സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലനുമായ സഭയെ ഞാൻ വിശ്വസിക്കുന്നു. പാവങ്ങളായുള്ള ഏകനായ സ്നാനം ഞാൻ ഏറ്റുവരുകയും മനുഷ്യരുടെ വരാനുള്ള ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ലോകരക്ഷകനായ ദൈവമേ, ആഗോള സഭയെ ഐക്യത്തിലും വിശുദ്ധിയിലും നയിക്കുവാൻ ഞങ്ങൾക്കായി നൽകിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അതിരൂപതയെ നയിക്കുന്ന ജോസഫ് പിതാവിനെയും ഇടവകയെ നയിക്കുന്ന ജീവൻ അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും ശുശ്രൂഷകരെയും അങ്ങയുടെ അരൂപ്യം നയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും കുഞ്ഞുങ്ങൾക്ക് മാതൃകയായ യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മക്കൾ അനുസരണയും സ്നേഹവും നിറഞ്ഞവരായി മാറണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകളും ക്ലേശങ്ങളും എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അവസാനം വരെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. തിരുക്കുടുംബത്തിലെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയുവാൻ ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, പാപത്തിൽ നിന്നും പാപസഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരുടെ ആശ്വാസമായ ദൈവമേ, അങ്ങേക്ക് പ്രീതികരമാവിധം ജീവിച്ച് സ്വർഗ്ഗലോകം പ്രാപിച്ച വിശുദ്ധരോടൊപ്പം ശുദ്ധീകരണ സ്ഥലത്തെ എല്ലാ ആത്മാക്കളോടും സ്വർഗീയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുരാജനായ ഈശോയെ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും സ്വീകരിക്കണമേ. ഇന്ന് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന
ലീജിയൻ ഓഫ് മേരി ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. സ്നേഹപൂർവം നൽകുന്നു സർവവും സ്നേഹപൂർവം നൽകുന്നു
നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ കർത്താവേ, മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്നത് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും അത്രേ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യ പുരോഹിതനും സർവലോകത്തിന്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അപേക്ഷിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിന്റെ അൾത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയായി അർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിന്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവ സൃഷ്ടിജാലങ്ങളെയും തന്റെ അധികാരത്തിൻ കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിന്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും രാജ്യം ഞങ്ങൾക്കായി പ്രദാനം ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങി എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങളും അഭിരാമം ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മന്നെ പോലെ ഈ കാണിക്കകളങ്ങ് പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി
ദീപനങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിനും രക്തത്തിനും അനുചരങ്ങളെ പരിശുദ്ധാത്മാവേ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സമയം ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടന സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതുമായ പ്രത്യാശയുടെ പ്രാർത്ഥന ഒന്നു ചേർന്ന് ആലപിക്കാം.
കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നെങ്കിൽ ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മേവരെയും നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നമ്മുടെ ചേർന്നോത്ത് വീട്ടിൽ സേവകന്റെയും റോസി സേവകന്റെയും മകൻ ഗ്രേഷി സേവകന്റെയും പുതിയ പേരുള്ള നിത്യസഹായ മാതാപ്പള്ളിയുടെ വക കൊയ്ക്കാരൻ പറമ്പിൽ യേശുദാസിനെയും സുനിയുടെയും മകൾ രഞ്ജിനിയും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു.
നമ്മുടെ ഇടവക ചോലപ്പറമ്പിൽ ജോണിന്റെയും മേഴ്സിയുടെ മകൻ മാനവും, നമ്മുടെ ഇടവക പറവേലിക്കുള്ളിൽ പി മത്തായുടെയും വത്സലയുടെയും മകൾ അനുവും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ ഇടവക പഴപ്പള്ളി സേവകന്റെയും ഡീനിയുടെ മകൻ ഫ്രെഡി സേവകനും, കുരിക്കാട് സെന്റ് ജൂഡ് ഇടവക മാരിയെ പീറ്ററിന്റെയും ഗ്ലാൻസിന്റെ മകൾ ഡിയയും തമ്മിൽ വിവാഹം നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് മൂന്നാമത്തെ അറിയിപ്പാവും. ഈ വിവാഹങ്ങൾക്ക് കാനൂനികമായ തടസ്സമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വ്യാഴാഴ്ച അറിയിക്കേണ്ടതാണ്. അറിയിപ്പുകൾ. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് ഭക്തി നിർഭരമായി ദൈവവചന വായനയിലൂടെയും വിശ്വാസികളുടെ പ്രാർത്ഥനയിലൂടെയും കാഴ്ചവയ്പ് സമർപ്പണത്തിലൂടെയുമെല്ലാം വളരെ മനോഹരമായി കാഴ്ച സമർപ്പണം ഒരേ വസ്ത്രധാരണത്തോടു കൂടിയൊക്കെ നടത്തിയ ലീജിയൻ ഓഫ് മേരിയിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ 10 മണിക്ക് ഇവിടെ വന്നെത്തി ഈ പള്ളിയും പരിസരവും ഒക്കെ ഉച്ചവരെ നിന്ന് വൃത്തിയാക്കിയ ബിന്ദു ഷൈൻ, ആനി മെൻഡസ്, മിനി ജെയിംസ്, നിഷ ആന്റണി, ഷീല ബിജു, റീന ഫ്രാൻസിസ്, ജെയിംസ്, ഷൈൻ കൂടാരപ്പള്ളി, ജെനി ജെയിംസ്, ഇവർക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അൾത്താരയിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പങ്ങൾ സ്പോൺസർ നൽകിയത് ചേന്നോത്ത് സേവ്യറും കുടുംബാംഗങ്ങളുമാണ്. അവർക്കും നന്ദി അർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച 6:30 വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ ഇടവകയിലെ യുവജന സംഘടനയായ സെന്റ് ആന്റണീസ് യുവജനങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിലെ 6:30 വിശുദ്ധ കുർബാനയിലെ സ്വന്തം കാഴ്ച 680 രൂപ, കാഴ്ചവെപ്പ് തുക 2000 രൂപ. പ്രിയമുള്ളവരെ, ഇന്ന് രണ്ടാമത്തെ ദിവ്യബലിക്ക് ശേഷം 8:15 ദിവ്യബലിക്ക് ശേഷം ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കുടുംബ യൂണിറ്റ് ഭാരവാഹികളുടെയും ഭക്ത സംഘടനകളുടെ ഭാരവാഹികളുടെയും കേന്ദ്ര സമിതി ഭാരവാഹികളുടെയും ഒരു സംയുക്ത മീറ്റിംഗ് നമ്മുടെ പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ്. എല്ലാ ഭാരവാഹികളും 8:15 ദിവ്യബലിക്ക് ശേഷം ആ ഒരു പൊതു മീറ്റിംഗിൽ പങ്കുചേരണമേ എന്ന് അറിയിക്കുന്നു. 2022 ആണ്ടിലെ ഡയറി ഓഫീസിൽ വന്നെത്തിയിട്ടുണ്ട്. ജനുവരി മാസത്തിലും മറ്റും വിവാഹ കുദാശകളും മറ്റുമൊക്കെ എഴുതി നിയോഗമായി ചേർക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ദിവ്യബലി നിയോഗങ്ങൾ ബുക്ക് ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, സെമിത്തേരിയിൽ പരീതർക്കായിട്ടുള്ള ദിവ്യബലി ഈ വരുന്ന വെള്ളിയാഴ്ച കൂടി 26-ാം തീയതി കൂടിയാണ് നടത്തപ്പെടുന്നത്. നവംബർ മാസം പരീതരുടെ മാസമായതുകൊണ്ടാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും, നവംബർ മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചയും പരീതർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദിവ്യബലി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സായാഹ്നങ്ങളിൽ 6 മണിക്ക് നടത്തിയത്. ഈ വരുന്ന വെള്ളിയാഴ്ച കൂടെ മാത്രമായിരിക്കും പരീതർക്കുള്ള പ്രത്യേക ദിവ്യബലി അർപ്പിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, ഡിസംബർ മാസം 7-ാം തീയതി ചൊവ്വാഴ്ച മുതൽ വിശുദ്ധ അന്തോണീസിന്റെ നൊവേന നമ്മുടെ ഈ ദേവാലയത്തിൽ നടത്തപ്പെടുകയാണ്. ആയതുകൊണ്ട് ഡിസംബർ മാസം 7-ാം തീയതി മുതൽ രാവിലെ 11 ചൊവ്വാഴ്ച ദിവസങ്ങളിൽ രാവിലെ 11 മണിക്കും വൈകിട്ട് 5:30 ഈ ദേവാലയത്തിൽ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുന്നത്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഡിസംബർ മാസം മുതൽ രാവിലെ 11 മണിക്ക് വൈകിട്ട് 5:30 നൊവേനയോടുകൂടിയുള്ള തിരുക്കർമ്മങ്ങൾ നമ്മുടെ ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നത്. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ്
കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിന്റെയും രാജാവായ ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുകയും ദിവ്യ പൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. Thank you.